ഹലോ മക്കളെ, നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോമിക്സിസ് ആൻഡ് പോളിഎംബ്രിയോണി. എന്താണ് അപ്പോമിക്സിസ്, എന്താണ് പോളിഎംബ്രിയോണി നമുക്ക് പറയാം. അപ്പോമിക്സിസ്, അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ എന്നാണ് അർത്ഥം. മിക്സിസ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ഫ്രീ, അഥവാ ഗമേറ്റ്സിന്റെ ഫ്യൂഷൻ നടക്കുന്നില്ല. ശരിക്കും നോക്കിയേ, അപ്പോമിക്സിസ് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, അപ്പോമിക്സിസ് ഇസ് ദ പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് അപ്പോമിക്സിസ്. സാധാരണ എങ്ങനെയാണ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? മെയിൽ ഗാമേറ്റ് വരുന്നു, ഫീമെയിൽ ഗാമേറ്റുമായി കൂടിച്ചേരുന്നു, സൈഗോട്ട് ഉണ്ടാവുന്നു, ഈ സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്നു, ഈ എംബ്രിയോന്റെ ചുറ്റുമാര് ഒവ്യൂള് സീഡായിട്ട് മാറുന്നു. അങ്ങനെയല്ലേ സാധാരണ സംഭവിക്കുക. ഒവ്യൂളിന്റെ ഉള്ളിൽ എംബ്രിയോസാക്ക് ഉണ്ട്, എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കും, സൈഗോട്ട് ഉണ്ടാവും, അത് എംബ്രിയോ, അപ്പൊ ഒവ്യൂള് സീഡാവും. അപ്പൊ എല്ലാ ഒവ്യൂളും സീഡ് ആവുന്നത് അതിന്റെ ഉള്ളിൽ എംബ്രിയോ ഉണ്ടാവുമ്പോഴാണ്. ആ എംബ്രിയോ ഫോം ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ വഴിയാണ്, നമുക്കറിയാം. എന്നാൽ ഇവിടെ എന്താ പറഞ്ഞത്, ഇവിടെ സീഡ് ഫോം ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതെങ്ങനെയാണ് നടക്കുന്നത്? വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പൊ നമ്മളെങ്ങനെ പഠിക്കേണ്ടത്? സീഡ് ഒവ്യൂള് സീഡായി മാറുന്നുണ്ട്, ഇതാണ് ഒവ്യൂൾ എന്ന് വിചാരിക്കുക. ഒവ്യൂള് സീഡായി മാറുന്നുണ്ട്, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നില്ല? ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. നമുക്കറിയാം, ഒരു ഒവ്യൂളിന്റെ എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ ഒരു എംബ്രിയോ ഫോം ചെയ്യുമ്പോഴാണ് ഒവ്യൂള് സീഡായിട്ട് മാറുക. ഇവിടെ ഒവ്യൂള് സീഡ് ആവുന്നുണ്ട്, പക്ഷേ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എംബ്രിയോസാക്കിന്റെ ഉള്ളില് ഏതോ ഒരു സ്ട്രക്ചർ നേരിട്ട് എംബ്രിയോ ആയി മാറുന്നുണ്ട്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ എംബ്രിയോസാക്കിന്റെ ഉള്ളിലുള്ള ഏതോ ഒരു സ്ട്രക്ചർ നേരിട്ട് എംബ്രിയോ ആയി മാറി. അപ്പൊ ഒരു എംബ്രിയോ ഉണ്ടായി, അപ്പൊ ഒവ്യൂള് സീഡായി. എന്നാ ഫെർട്ടിലൈസേഷൻ നടന്നോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് അപ്പോമിക്സിസ് എന്ന് പറയാം. അപ്പോമിക്സിസിൽ ഒരു എംബ്രിയോ ഉണ്ടാവും, ആ എംബ്രിയോ ഈസ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ആ എംബ്രിയോ ഏതോ ഒരു സ്ട്രക്ചർ നേരിട്ട് എംബ്രിയോ ആയി മാറിയതാണ്, അല്ലാതെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടല്ല. ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. സോ നോക്കിക്കോണേ, ഗമേറ്റുകൾ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് അത് എംബ്രിയോ ആവുമ്പോഴാണ് എന്തായി മാറാറുള്ളത്? ആ ഒവ്യൂള് സീഡായിട്ട് മാറാറുള്ളത്. അപ്പോമിക്സിസിന്റെ കേസിൽ ഒവ്യൂള് സീഡ് ആവുമ്പോൾ അതിന്റെ എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ ഒരു എംബ്രിയോ ഫോം ചെയ്തിട്ടുണ്ടാവും. That embryo is formed without fertilization. ഏതോ ഒരു സ്ട്രക്ചർ നേരിട്ട് എംബ്രിയോ ആയി, അപ്പൊ എംബ്രിയോനെ കണ്ടപ്പോൾ ഒവ്യൂള് സീഡായി. അപ്പൊ നമുക്ക് പറയാം, അപ്പോമിക്സിസ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇനി ഈ അപ്പോമിക്സിസ് കാണിക്കാറുള്ളത് ആരാന്ന് നോക്കടാ? സം സ്പീഷീസ് ഓഫ് ആസ്റ്ററേഷ്യ, അല്ലെ, സൺഫ്ലവർ ഒക്കെ വരുന്ന ആസ്റ്ററേഷ്യ ഫാമിലിയിൽ വരാം. ചിലത് ഗ്രാസസ്, പോയേസിയ ഫാമിലി ഗ്രാസസിലും കാണിക്കാം. അപ്പൊ ഇതാണ് ചോദിക്കാറുള്ളത്, ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോമിക്സിസ് കാണിക്കാറുള്ളത് ആരൊക്കെയാണ്? ആസ്റ്ററേഷ്യയും കാണിക്കാറുണ്ട്, ഗ്രാസസും കാണിക്കാറുണ്ട്. അപ്പോമിക്സിസ് ആരാ കാണിക്കാറുള്ളത്? ആസ്റ്ററേഷ്യയും ഗ്രാസസും. അപ്പൊ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് അപ്പോമിക്സിസ്. അപ്പോമിക്സിസ് കാണിക്കാറുള്ളത് ആസ്റ്ററേഷ്യയും ഗ്രാസസും ആണ്. ഇനി ഇവിടുന്ന് ഒരു ചോദ്യം, എപ്പോമിക്സിസ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ എന്നൊരു ചോദ്യം ചോദിക്കും. അപ്പൊ ഈ ലൈൻ എല്ലാവരും വായിച്ചേ. എപ്പോമിക്സിസ് ഈസ് എ ഫോം ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എപ്പോമിക്സിസിനെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പരിഗണിക്കുക. ബട്ട് ദാറ്റ് മിമിക്സ് ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അത് സെക്ഷൽ റീപ്രൊഡക്ഷനെ അനുകരിക്കാറുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോമിക്സിസ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞാൽ തെറ്റാ. എപ്പോമിക്സിസ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അത് സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യാണ് ചെയ്യുക. അപ്പൊ എന്താ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്തുവേള അനുകരിക്കുന്നുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. എന്താ കാരണം? സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫൈനൽ പ്രോഡക്റ്റ് ആണ് സീഡ്. ഇവിടെ സീഡ് ഉണ്ടാവുന്നുണ്ട്, അപ്പൊ ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അനുകരിക്കുന്നുണ്ട്. സാധാരണ സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുക. ഇവിടെ എംബ്രിയോയും ഉണ്ടാവുന്നുണ്ട്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല എന്നുള്ളൂ. എംബ്രിയോ ഉണ്ടാവുന്നുണ്ട്, സീഡ് ഉണ്ടാവുന്നുണ്ട്, അത് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ ഇത് ആക്ച്വലി ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, പക്ഷെ ഇത് സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് എല്ലാവരും കിട്ടിയോ? സോ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് അപ്പോമിക്സിസ്. ആസ്റ്ററേഷ്യയും ഗ്രാസസും ആണ് ഇത് കാണിക്കുക. ഇത് ആക്ച്വലി സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, പക്ഷെ സൈഗോട്ടും എംബ്രിയോയും അതിന്റെ കൂടെ തന്നെ സീഡ് ഉണ്ടാവുന്നതുകൊണ്ട് ഇത് സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് ഇവിടെ മാറ്റി തന്നാൽ തെറ്റിട്ടോ. എപ്പോമിക്സിസ് ഈസ് എ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇറ്റ് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് സ്റ്റേറ്റ്മെന്റ് തന്നെങ്കിൽ തെറ്റി. എപ്പോമിക്സിസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യാണ് ചെയ്യുക. ഇനി നോക്കിക്കോണം കേട്ടോ, എങ്ങനെയാണ് ഈ എപ്പോമിക്സിസ് നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആസ്റ്ററേഷ്യയിലും ഗ്രാസസിലൊക്കെ എങ്ങനെയാണ് എപ്പോമിക്സിസ് നടക്കുന്നത് നോക്കിക്കോണേ. സം സ്പീഷീസ്, ചില സ്പീഷീസുകളിൽ ദ ഡിപ്ലോയിഡ് എക്സെൽ ഈസ് ഫോംഡ്. ശരിക്കും നോക്കണേ, ചില സ്പീഷീസുകളിൽ എന്താ സംഭവിക്കുക? ഒരു ഡിപ്ലോയിഡ് എക്സെൽ ഫോം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, ഈ എക്സെൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ഹാപ്ലോയിഡ് അല്ലേ, ഇവിടെ എങ്ങനെയാണ് എക്സെൽ ഡിപ്ലോയിഡ് ആയത് എന്നൊരു ചോദ്യമുണ്ട്. അതിലേക്ക് ഞാൻ വരും. അതെങ്ങനെ വന്നു ഞാൻ പറയും. ഇപ്പൊ ഈ പോയിന്റുകൾ കേട്ടോളൂ.
ചില സ്പീഷീസുകളിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള എക്സെല് ഈസ് ഫോംഡ് വിത്തൗട്ട് റിഡക്ഷൻ ഡിവിഷൻ. കണ്ടോ, റിഡക്ഷൻ ഡിവിഷന് പോവാതെ ചില എക്സെല്ലുകൾ ഉണ്ടാവും, അത് ഡിപ്ലോയിഡ് ആയിരിക്കും. ദാറ്റ് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ആ ഡിപ്ലോയിഡ് എഗ് നേരിട്ട് അങ്ങോട്ട് എംബ്രിയോ ആയിട്ട് മാറും. അപ്പൊ ഡിപ്ലോയിഡ് എംബ്രിയോ ഉണ്ടാവും. ഇനി നമുക്ക് എങ്ങനെയാ നോക്കാം. നോക്കണം കേട്ടോ. എപ്പോമിക്സിസിൽ ഡിപ്ലോയിഡ് എഗ് ഫെർട്ടിലൈസേഷൻ നിൽക്കാതെ നേരിട്ട് എംബ്രിയോ ആയിട്ട് മാറും. അപ്പൊ എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ ഒരു ഡിപ്ലോയിഡ് എംബ്രിയോ ഉണ്ടാവും. അപ്പോൾ ഓവ്യൂൾ സീഡാവും. ഫെർട്ടിലൈസേഷൻ നടക്കാതെ അത് സീഡായി ഉണ്ടായി. ഇനി നമുക്ക് നോക്കാം. സാധാരണ നമുക്കറിയാം ഓവ്യൂളിന്റെ ഉള്ളിൽ കേന്ദ്ര ഭാഗത്തായിട്ട് ഒരു കൂട്ടം സെല്ലുകളുണ്ട്. അവരെ വിളിക്കുന്ന പേരിലടാ ന്യൂസെല്ലസ് എന്നല്ലേ വിളിക്കാം. ന്യൂസെല്ലസ് ഡിപ്ലോയിഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ന്യൂസെല്ലസിൽ നിന്ന് ഒരു സിംഗിൾ സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് മെഗാസ്പോർ മദർ സെല്ലായി നമുക്കറിയാം. മെഗാസ്പോർ മദർ സെല്ലും 2n ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ മെഗാസ്പോർ മദർ സെൽ ആക്ച്വലി എന്തിനു പോവും? മിയോസിസിന് പോവും എന്ന് നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് 4 മെഗാസ്പോറുകൾ ഉണ്ടാവും എന്നറിയാം. മെഗാസ്പോർ ടെട്രാഡ് എന്നല്ല ഇതിനെ വിളിക്കുക. മെഗാസ്പോർ ടെട്രാഡ് ഉണ്ടാവും അല്ലേ. ഈ മെഗാസ്പോർ ടെട്രാഡുകളിൽ 3 പേര് ഡീജനറേറ്റ് ചെയ്യും, ഒരാൾ മാത്രമായിരിക്കും ഫങ്ഷണൽ ആയിട്ടുണ്ടാവുക. ഇതാണ് ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് പറയുന്നത്. ഇതാണ് ഫങ്ഷണൽ മെഗാസ്പോർ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ ഹാപ്ലോയിഡ് ആണ്. ഫങ്ഷണൽ മെഗാസ്പോർ ഹാപ്ലോയിഡ് ആണ്. കാരണം മെഗാസ്പോർ മദർ സെല്ലിന് മിയോ സംഭവിച്ചിട്ടുണ്ടാണോ ഫങ്ഷണൽ മെഗാസ്പോർ ഹാപ്ലോയിഡ് ആണ്. ഫങ്ഷണൽ മെഗാസ്പോർ എന്നാണ് FMS നോട് ഉദ്ദേശിക്കുന്നത്. ഈ ഫങ്ഷണൽ മെഗാസ്പോർ പിന്നീട് എന്ത് ചെയ്യും? ഫസ്റ്റ് മൈറ്റോസിന് പോയിട്ട് 2 ന്യൂക്ലിയേറ്റ് ആയിട്ട് മാറും. പിന്നെ അത് സെക്കൻഡ് മൈറ്റോസിന് പോയിട്ട് 4 ന്യൂക്ലിയേറ്റ് ആയിട്ട് മാറും. പിന്നെ അത് തേർഡ് മൈറ്റോസിന് പോയിട്ട് അത് 8 ന്യൂക്ലിയേറ്റ് ആയി മാറും എന്നൊക്കെ മക്കൾ പഠിച്ചില്ലേ. ഈ 8 ന്യൂക്ലിയേറ്റ് ആയി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ മെച്ചേർഡ് എംബ്രിയോസാക്ക് ആയിട്ട് മാറുക. ഈ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും നമ്മൾ പറഞ്ഞത്. ഇതാണ് നമ്മുടെ എംബ്രിയോസാക്ക് എന്ന് പറയുന്നത്. നോക്കണേ, ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഹാപ്ലോയിഡ് ആണ്. അതിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു മെച്ചൂർഡ് എംബ്രിയോസാക്ക് ജനറലി ഹാപ്ലോയിഡ് ആണ്. കാരണം മെച്ചൂർഡ് എംബ്രിയോസാക്കിലുള്ള എല്ലാ സെല്ലും ഹാപ്ലോയിഡ് ആണ്. 7 സെല്ലുകളും ഹാപ്ലോയിഡ് ആണ്. സൈനർജിയുടെ ഹാപ്ലോയിഡ് ആണ്, എക്സെൽ ഹാപ്ലോയിഡ് ആണ്, പിന്നെ അതുപോലെ തന്നെ ആന്റിബോഡൽസ് ഹാപ്ലോയിഡ് ആണ്, സെൻട്രൽ സെൽ N, ഹാപ്ലോയിഡ് ആണ്. എംബ്രിയോസാക്ക് മൊത്തമായിട്ട് ഹാപ്ലോയിഡ് ആണ്. ഇനി അവിടെ എന്താ സംഭവിക്കുക? ഈ ഹാപ്ലോയിഡ് എഗ്ഗും ഹാപ്ലോയിഡ് ആയുള്ള മെയിൽ ഗമേറ്റും കൂടി ചേർന്നിട്ടാണ് ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുക. എന്നാൽ നമ്മളോട് എങ്ങനെ പറഞ്ഞത്? ഈ ഡിപ്ലോയിഡ് എഗ് എങ്ങനെ ഫോം ചെയ്യുന്നതാണ് പറഞ്ഞത്? വിത്തൗട്ട് റിഡക്ഷൻ ഡിവിഷൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ന്യൂസെല്ലസ് എന്നൊരു സിംഗിൾ സെല്ല് വരും. അതിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. ഒരു സിംഗിൾ സെല്ല്. ആ മെഗാസ്പോർ മദർ സെൽ 2n അല്ലേ. അത് ആക്ച്വലി എന്തിനാ പോണ്ടത്? മിയോസിനാ. പക്ഷെ അപ്പോമിക്സിന്റെ കേസിൽ, ഇത് സാധാരണ കേസിൽ പ്ലാന്റിൽ സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോമിറ്റിക് പ്ലാന്റുകളുടെ കേസിൽ ഈ മെഗാസ്പോർ മദർ സെല്ല് റിഡക്ഷൻ ഡിവിഷന് പോവില്ല, അഥവാ മിയോസിന് പോവില്ല. റിഡക്ഷൻ ഡിവിഷന് പോവാണ്ട് ആ മെഗാസ്പോർ മദർ സെല്ല് നേരെ എന്തിനു പോവും? മൈറ്റോസിന് പോയി. നിങ്ങൾ ആലോചിക്കാം. അപ്പൊ എന്താ കിട്ടുക? ഡിപ്ലോയിഡ് ആയിട്ടുള്ള കുറെ സെല്ലുകളെ കിട്ടൂലേ. ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഈ സെല്ലുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു എംബ്രിയോസാക്ക് ആയിട്ട് മാറും. അപ്പൊ ആ എംബ്രിയോസാക്ക് എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കൂലേ. അപ്പൊ അതിലുണ്ടാവുന്ന എക്സെല്ലും എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കൂലേ. ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. നോർമൽ കേസിൽ ന്യൂസെല്ലസും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. മെഗാസ്പോർ മദർ സെല്ല് മിയോസിന് പോയിട്ട് ഹാപ്ലോയിഡ് ആയുള്ള എംബ്രിയോസാക്ക് ഫോം ചെയ്യും. അതിൽ ഹാപ്ലോയിഡ് എഗ്ഗാണ് ഉണ്ടാവുക. പക്ഷെ അപ്പോമിക്സിസ് കാണിക്കുന്ന പ്ലാന്റുകളിൽ ന്യൂസെല്ലസിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം മെഗാസ്പോർ മദർ സെല്ല് റിഡക്ഷൻ ഡിവിഷൻ ആയ മിയോസിന് പോവാണ്ട് അയാൾ മൈറ്റോസിന് പോകും. ആ മൈറ്റോസിന് പോകുന്നുണ്ടാവണം ആ സെല്ലുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു എംബ്രിയോസാക്കായി മാറുമ്പോൾ ആ എംബ്രിയോസാക്ക് ഡിപ്ലോയിഡ് ആണ്. അതിലുണ്ടാവുന്ന എഗ് ഡിപ്ലോയിഡ് ആണ്. ആ എംബ്രിയോസാക്കിൽ ഇരിക്കുന്ന ഡിപ്ലോയിഡ് ആയുള്ള എഗ് മെയിൽ ഗമേറ്റിനെ കാത്തിക്കണ്ട, അയാൾ നേരിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എംബ്രിയോ ആയിട്ട് മാറും. ഇപ്പൊ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു എംബ്രിയോ ഉണ്ടായി. അപ്പൊ അതിന് ചുറ്റുമുള്ള ഓവ്യൂൾ സീഡായിട്ട് മാറി. ഇങ്ങനെയാണ് ഒരു ഡിപ്ലോയിഡ് എക്സെല് റിഡക്ഷൻ ഡിവിഷന് പോവാതെ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതിന്റെ ചുറ്റും ഓവ്യൂൾ സീഡായിട്ട് മാറും. ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് കുഞ്ഞുങ്ങളെ അപ്പോമിക്സിസ് എന്നാണ് പറയുക. ഓക്കെ ആണോ? അപ്പോമിക്സിസ് എന്താണെന്ന് നമുക്കൊക്കെ മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പോളി എംബ്രിയോണി എന്നുള്ള ഒരു കേസാണ്. ശരിക്കും നോക്കിക്കോണേ കേട്ടോ. ഇനി മെനി സിട്രസ് ആൻഡ് മാംഗോ. ശരിക്കും നോക്കിക്കോണേ. സിട്രസിലും അതുപോലെ തന്നെ മാംഗോയിലൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം, എന്നാലും മനസ്സിലാവുള്ളേ. സിട്രസിലും അതുപോലെ മാംഗോ വെറൈറ്റീസിലൊക്കെ സം ന്യൂസെല്ലാർ സെൽസ് സറൗണ്ടിങ് ദ എംബ്രിയോസാക്ക്. എംബ്രിയോസാക്കിനെ ചുറ്റിപ്പറ്റി കാണപ്പെടുന്ന ന്യൂസെല്ലാർ സെല്ലുകൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അത് പ്രൊട്രൂഡ് ഇൻ ടു എംബ്രിയോസാക്കിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളിക്കയറും. അത് ഡെവലപ്പ് ചെയ്തിട്ട് അവർ ഓരോന്ന് എംബ്രിയോസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കാം? ഇതാണ് നമ്മുടെ എംബ്രിയോസാക്ക് നിങ്ങൾ വിചാരിക്കുക. ശരിക്കും ശ്രദ്ധിക്കണം. ഇതാണ് എംബ്രിയോസാക്ക്. ഇതാണ് ഓവ്യൂൾ എന്ന് എല്ലാവരും വിചാരിച്ചോളൂ. നോക്കണേ, ഇതാണ് ഓവ്യൂളിന്റെ ചിത്രം എങ്ങനെയാണ് ഞാൻ വരച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ എംബ്രിയോസാക്ക് എന്ന് പറയുന്നത്. ഈ ഓവ്യൂളിന്റെ ഈ കേന്ദ്ര ഭാഗത്തായിട്ട് ഒരുപാട് സെല്ലുകൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഈ സെല്ലുകളെയാണ് നമ്മൾ ന്യൂസെല്ലാർ സെല്ലുകൾ എന്നാണ് വിളിക്കുക.
ഒവ്യൂളിന്റെ ഈ പ്രൊട്ടക്റ്റീവ് കവറിങ്സിനെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ പ്രൊട്ടക്റ്റീവ് കവറിങ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റഗുമെന്റ്സ് എന്നാണ് വിളിക്കുക. എല്ലാവർക്കും അറിയാലോ. സോ ഇന്റഗുമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഇതാ ഇന്റഗുമെന്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് ഇന്റഗുമെന്റ്സ് എന്ന് എല്ലാവരും വിചാരിച്ചോളൂ. ഇന്റഗുമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂസെല്ലസ് ഉണ്ട്. ഒവ്യൂളിന്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കാണുന്നുണ്ട്. ഇനി നോക്കണം കേട്ടോ, ശരിക്കും നോക്കണം. ഞാൻ പറയണത് ഈ ന്യൂസെല്ലാർ സെല്ലുകൾ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്റഗുമെന്റ്സ് ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുകൾ, ഒവ്യൂളിന്റെ പ്രൊട്ടക്റ്റീവ് കവറിങ്സ് ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുകൾ ഡിപ്ലോയിഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ന്യൂസെല്ലാർ സെല്ലുകളിൽ നിന്നാണ് എംബ്രിയോസാക്ക് ഫോം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ആ എംബ്രിയോസാക്ക് ഹാപ്ലോയിഡ് ആയിരിക്കും. പോളിഎംബ്രിയോണി കാണിക്കുന്ന എംബ്രിയോസാക്ക് ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പൊ അതിലിരിക്കുന്ന എഗ്ഗും സൈനർജിയുടെ ഒക്കെ എന്താണ്, അതിലിരിക്കുന്ന എഗ്ഗൊക്കെ ഹാപ്ലോയിഡ് അല്ലേ? ഇനി ഞാൻ പറയാൻ പോണേ, ഇത്തരം കേസുകളിൽ, ചില കേസുകളിൽ സിട്രസിന്റെയും മാംഗോന്റെ ഒക്കെ കേസിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ന്യൂസെല്ലാർ സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ട് അത് എംബ്രിയോസാക്കിന്റെ ഉള്ളിലേക്ക് കയറും. അല്ലെങ്കിൽ ഇന്റഗുമെന്റ്സ്, അത് ബുക്കിൽ പറഞ്ഞിട്ടില്ല, ഇന്റഗുമെന്റ് സെല്ലിനെ കുറിച്ച് ബുക്കിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇന്റഗുമെന്റ് സെല്ലും ചിലതിൽ കയറാം. നമ്മൾ ബുക്കിലുള്ള കാര്യം മാത്രമാണ്, ഇവിടെ ന്യൂസെല്ലാർ സെൽസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നോക്കണേ, ഈ എംബ്രിയോസാക്കിന്റെ ചുറ്റും ഇരിക്കുന്ന ന്യൂസെല്ലാർ സെല്ലുകൾ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു കൂട്ടം സെല്ലുകളാകുമ്പോൾ അവർ എംബ്രിയോസാക്കിന്റെ ഉള്ളിലേക്ക് നേരെ പ്രൊട്രൂഡ് ചെയ്ത് അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് തള്ളിക്കയറും. എന്നിട്ട് ഓരോ ന്യൂസെല്ലാർ സെല്ലുകളും എന്തായിട്ട് മാറും, ഓരോ എംബ്രിയോസ് ആയിട്ട് മാറും. ഇപ്പൊ 4 ന്യൂസെല്ലാർ സെല്ലുകൾ ഡിവൈഡ് ചെയ്തൊരു കൂട്ടായിട്ട് എംബ്രിയോസാക്കിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ 4 എംബ്രിയോസ് ഉണ്ടാവില്ലേ? അങ്ങനെ ഈ എംബ്രിയോസാക്കിന്റെ പുറത്തിരിക്കുന്ന ന്യൂസെല്ലാർ സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ട് അത് എംബ്രിയോസാക്കിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതൊരു എംബ്രിയോ ആയിട്ട് മാറുകയാണെങ്കിൽ ഈ എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ട്. അപ്പൊ ആ ഒവ്യൂള് സീഡായി മാറുമ്പോൾ എന്തുണ്ടാവും, ഒരു സീഡിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് എംബ്രിയോസ് ഉണ്ടാവും. അങ്ങനെ ഒരു സീഡിന്റെ ഉള്ളിൽ ഒരുപാട് എംബ്രിയോ ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോളിഎംബ്രിയോണി. എന്ന് നോക്കിയേ, അത്തരം സ്പീഷീസുകളിൽ ഒവ്യൂൾ കണ്ടെയ്ൻസ് മെനി എംബ്രിയോസ്. ഒരു ഫ്രൂട്ടിന്റെ ഉള്ളിൽ ഒരുപാട് സീഡ് ഉണ്ടാവുന്ന പ്രക്രിയ അല്ല പറയണേ. വാട്ടർമെലൺ, പംകിൻ അങ്ങനത്തെ സാധനങ്ങളല്ല നമ്മൾ പറയണേ. വാട്ടർമെലണിൽ ഒരു ഓവറിയും ഒരുപാട് ഒവ്യൂൾ ഉണ്ടാവും. അപ്പൊ ഒരു ഓവറി ഉണ്ടാവുമ്പോൾ ഒരു ഫ്രൂട്ട് ഉണ്ടാവും, ഒരുപാട് ഒവ്യൂൾ ഉണ്ടാവുമ്പോൾ ഒരുപാട് സീഡ് ഉണ്ടാവും. അത് വേറെ കേസ്. ഒരുപാട് ഒവ്യൂൾ ഉണ്ടാകുന്നത്, ഒരുപാട് സീഡ് ഉണ്ടാകുന്ന കേസ്. ഇത് ഒരു സീഡിന്റെ ഉള്ളിൽ ഒരുപാട് എംബ്രിയോ, അതായത് ഒരു സീഡ് നമ്മൾ നട്ടാൽ അതിൽ ഒരുപാട് എംബ്രിയോ ഉണ്ടായി, 4 എംബ്രിയോ ഉണ്ടായി 4 പ്ലാന്റ് ഉണ്ടായി വരിക. അതിനെ പറയുന്ന പേരാണ് പോളിഎംബ്രിയോണി. നോക്കിയേ, സോ ഒവ്യൂൾ കണ്ടെയ്ൻസ് മെനി എംബ്രിയോസ്. ഒക്കുറൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ ഇൻ എ സീഡ്. കണ്ടോ, ഒരു സീഡിന്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാടാ പോളിഎംബ്രിയോണി എന്നാണ് പറയാ. ഒരു സീഡിന്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോളിഎംബ്രിയോണി. സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. പോളിഎംബ്രിയോണി ആണ് ഒക്കറൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ ഇൻ എ സീഡ്. അതെങ്ങനെ ഫോം ചെയ്യുക? സിട്രസിലും അതുപോലെ മാംഗോയിലൊക്കെ ഉള്ള സ്പീഷീസുകളിൽ ന്യൂസെല്ലാർ സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ട് അത് നേരെ എംബ്രിയോസാക്കിന്റെ ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് ഓരോരുത്തർ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഒരു എംബ്രിയോന്റെ ഉള്ളിൽ എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ ഒരുപാട് എംബ്രിയോസ് ഉണ്ടാവും. അത് സീഡ് ആകുമ്പോൾ ഒരു സീഡിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സ്, ഒരുപാട് എംബ്രിയോസ് പുറത്തേക്ക് വരും. അങ്ങനെ ഒരു സീഡിന്റെ ഉള്ളിൽ ഒരുപാട് എംബ്രിയോസ് ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോളിഎംബ്രിയോണി. സോ അപ്പോമിക്സിസ് ആൻഡ് പോളിഎംബ്രിയോണി മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി നോക്കാം. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. സച്ച് സീഡ്സ് കണ്ടെയ്ൻസ് ആൻ എംബ്രിയോ. ദാറ്റ് എംബ്രിയോ ഇസ് ഫോർമഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. എന്നിട്ട് നമുക്ക് പറയാം എക്സാമ്പിൾ ആണ് ആസ്റ്ററേഷ്യൻ ഗ്രാസസും. അപ്പോമിക്സിന് എക്സാമ്പിൾ ആണ് ആസ്റ്ററേഷ്യൻ ഗ്രാസസും, മറന്നു വരുന്നത്. ഇനി അപ്പോമിക്സിസ് ഒരു എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, അത് സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്നു നമുക്കറിയാം. ഇനി ഈ എക്സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു ഡിപ്ലോയിഡ് എഗ് റിഡക്ഷൻ ഡിവിഷന് പോവാതെ ഉണ്ടായ ഒരു ഡിപ്ലോയിഡ് എഗ് നേരിട്ട് എംബ്രിയോ ആയിട്ട് മാറും. അപ്പോൾ ഒവ്യൂൾ സീഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇനി പോളിഎംബ്രിയോണി എന്ന് പറഞ്ഞാൽ ഒക്കറൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ ഇൻ എ സീഡ്. അത് ന്യൂസെല്ലാർ സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ട് പ്രൊട്രൂഡ് ചെയ്ത് എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ കയറിയിട്ട് അവരൊക്കെ എംബ്രിയോസ് ആയിട്ട് മാറും. അപ്പോൾ ഒരു എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ ഒരുപാട് എംബ്രിയോ ഉണ്ടാവും. അപ്പോൾ ഒരു ഒവ്യൂൾ സീഡ് ആകുമ്പോൾ ആ സീഡിന്റെ ഉള്ളിൽ ഒരുപാട് എംബ്രിയോ ഉണ്ടാവും. സിട്രസും മാംഗോ ആണ് അത് കാണിക്കാറുള്ളത്. സോ മക്കളെ, അപ്പോമിക്സിസ് ആൻഡ് പോളിഎംബ്രിയോണി മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എന്ന 2 ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടൊന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ നോക്കണ്ട, സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈ പ്ലാന്റ് പ്രസന്റ് ഇൻ ഈസ് ദ പ്രോസസ് ഓഫ്. സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താ, അപ്പോമിക്സിസ് എന്നല്ലേ വിളിക്കുക. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പോമിക്സിസ്. സോ സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫ്ലവറിംഗ് പ്ലാന്റിനെ പറയുന്ന പേരാണ് ദ പ്രോസസ് ഓഫ് അപ്പോമിക്സിസ് എന്നാണ് പറയുന്നത്. എനിക്ക് രണ്ടാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. പോളിഎംബ്രിയോണി ഈസ് റിപ്പോർട്ടഡ് ഇൻ വിച്ച് സ്പീഷീസ്? ഏത് സ്പീഷീസാണ് പോളിഎംബ്രിയോണി? സിട്രസിലും മാംഗോയിലാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഇതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് സിട്രസ് ആണ്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഈ 2 ഭാഗം വളരെ വ്യക്തമായി മനസ്സിലായതായിരിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോ സന്ധിക്കും വരെ വണക്കം. താങ്ക് യു.